ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ് ചെയ്യുന്നത്. UAയിൽ നേഴ്സായിട്ട് വരാനിരിക്കുന്നവരോ വന്നവരോ അല്ലെങ്കിൽ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം UAയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇന്നത്തെ ഒരു സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം കെയറിൽ വർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറാൻ പറ്റുമോ, ആഫ്റ്റർ കോൺട്രാക്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ജോലി കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആസ് പെർ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഹോം കെയർ എക്സ്പീരിയൻസ് ആണെങ്കിൽ അധികവും പ്രൈവറ്റ് ഹോസ്പിറ്റൽ, എസ്പെഷ്യലി ഇൻ ദ പ്രൈവറ്റ് ഹോസ്പിറ്റലിനൊന്നും അവർ സ്റ്റാഫിനെ എടുക്കുന്നില്ല. അവർ എന്താ പറയുക, പ്രീവിയസ് ഇപ്പൊ നിങ്ങൾ അവിടെ മാത്രമല്ല, പ്രീവിയസ് വേറെ എവിടെയെങ്കിലും UAയിൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിലോ, മീൻസ് ക്ലിനിക്കോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ല, നിങ്ങൾക്ക് UAയിൽ ഓൺലി ഹോം കെയർ മാത്രമാണെങ്കിൽ അവർ അത്രയ്ക്കായിട്ട് നിങ്ങളെ ഹയർ ചെയ്ത് എടുക്കില്ല കേട്ടോ. അവരപ്പോൾ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യും ഹോം കെയറിൽ കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ ഹോം കെയറിൽ എന്തൊക്കെ ചെയ്തു എന്തൊക്കെയാന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ നിങ്ങൾ എന്ത് ചെയ്യുന്നത് എടുക്കുന്നത്. ഇപ്പോൾ ഹോം കെയറിൽ ഞാൻ ഒരു ഡീറ്റെയിൽസ് വൈസ് വീഡിയോസ് പ്രീവിയസിൽ ഇട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ബ്ലഡ് കളക്ഷൻ, IV തെറാപ്പി, ഇഞ്ചക്ഷൻസ് അങ്ങനത്തെ സർവീസുകളൊക്കെ കൊടുക്കുന്നത്. അങ്ങനത്തെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ലിറ്റിൽ ബിഗ് ചാൻസ് എന്ത് ചെയ്യാം, ഒരു 80% ഒക്കെ അവർ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ വെറും അഡൾട്ട് കെയർ ആൻഡ് അല്ലെങ്കിൽ പീഡിയാട്രിക് കെയർ അങ്ങനത്തെ വല്ല എക്സ്പീരിയൻസ് മാത്രമാണെങ്കിൽ അധികം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവർ സ്റ്റാഫിനെ എടുക്കുന്നില്ല. അവർ മുൻഗണന കൊടുക്കുന്നത് ഇപ്പോൾ പ്രീവിയസ്, ഇപ്പോൾ ചിലവരൊക്കെ വരുന്നുണ്ട് സൗദിയിലൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ വരുന്നുണ്ട്, അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് ക്ലിനിക്കോ അങ്ങനത്തെ സംഭവങ്ങൾ എക്സ്പീരിയൻസുകൾ, അല്ലെങ്കിൽ പ്രീവിയസ് അതർ ഹോസ്പിറ്റലിൽ, അതായത് UAയിലെ തന്നെ അതർ ഹോസ്പിറ്റലിൽ, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് അപ്പോൾ നാട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ നല്ലയിടത്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കി അങ്ങനെ വരുന്ന ഫ്രഷേഴ്സിന് അവർക്കും എന്താ പറയുക ചാൻസ് കൂടുതലുണ്ട്. പക്ഷേ ഈ ഹോം കെയർ, അഡൾട്ട്, പീഡിയാട്രിക് അങ്ങനെ എക്സ്പീരിയൻസ് വരുമ്പോൾ അവർ അത്ര സ്റ്റാഫിനെ എടുക്കുന്നില്ല. പിന്നെ എടുക്കും, പക്ഷെ സാലറി വളരെ കുറവായിരിക്കും. അതായത് നമ്മളൊരു രജിസ്റ്റേർഡ് നഴ്സിന് കിട്ടുന്ന ഒരു സാലറി അല്ലായിരിക്കും അവർ ഹോം കെയർ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തരുന്നത്. വളരെ കുറച്ച് സാലറിയെ നമുക്ക് തരുള്ളൂ. ഒരു 4000, 4500 ആ റേഞ്ചിലുള്ള ഒരു സാലറിയെ കിട്ടുള്ളൂ ഹോം കെയർ ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കേട്ടോ. പക്ഷെ എടുക്കും, പക്ഷെ ഒരു ചാൻസ് വളരെ കുറവാണ് ഹോം കെയറിൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ആ സബ്സ്ക്രൈബറുടെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കണോ? ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണം. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.